നിങ്ങൾ ട്രോമ ബോണ്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ട്രോമ ബോണ്ട് എന്ന് വെച്ചാൽ? നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ചെയ്തു തരാതെ നമ്മളെ കൊണ്ട് മാത്രം എപ്പോഴും കാര്യങ്ങൾ നടത്തുന്ന ചില വ്യക്തികളുണ്ട്. ഈ വ്യക്തികൾ സ്നേഹം നടിക്കുന്ന പലപ്പോഴും നമ്മളിൽ നിന്നും പല കാര്യങ്ങളും സാധിക്കാൻ വേണ്ടി മാത്രമാണ്. അതല്ലാതെ അവർക്കുള്ളിൽ തട്ടി ലെവലേശം സ്നേഹമില്ല. അവരുടെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നിങ്ങളോട് കാണിക്കുന്നത് ഒരു ഇൽ ട്രീറ്റ്മെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ അവർ നിങ്ങളെ വേണ്ടത്ര രീതിയിൽ ഗൗനിക്കില്ല, അവഗണിച്ചു കളയും. ഇത് എന്തുകൊണ്ടാണ് ഇവർ അവഗണിക്കുന്നതെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവർ ഒരുപാട് സ്നേഹവുമായി വീണ്ടും വരും. ആ സമയത്ത് വീണ്ടും അവർ ചില കാര്യങ്ങൾ നേടാൻ വേണ്ടിയാണ് വരുന്നത്. ഇങ്ങനെ തുടരെ വന്നു കഴിയുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷനായി മാറും. ഈ വ്യക്തികൾക്ക് യഥാർത്ഥത്തിൽ നമ്മളോട് സ്നേഹമുണ്ടോ സ്നേഹമില്ലയോ എന്ന്. അങ്ങനെ ഇടവിട്ടുള്ള ഈ സ്നേഹപ്രകടനവും അതിനുശേഷമുള്ള അവഗണനയും തുടരെ ആയി കഴിയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇവരില്ലാതെ വരുന്ന സമയത്ത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നും. കാരണം മറ്റൊന്നുമല്ല, ഇവർ നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് വ്യക്തമായി നമുക്കറിയാം. എന്നിരുന്നാലും ഈ ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ലവ് ബോംബിംഗ്, ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരുന്ന ആ സ്നേഹപ്രകടനം, അത് കണ്ടമാനം നമ്മൾ മിസ് ചെയ്യും. കാരണം വേറൊന്നുമല്ല, നമ്മൾ അത്ര കണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ടാണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അവിടെ കൂടുതൽ. നമ്മൾ ധാരാളം നമ്മുടെ എനർജിയും നമ്മുടെ സമയവും അവർക്കായി ഉപയോഗിച്ച വ്യക്തികളായിരിക്കും. തിരിച്ച് നാം ആഗ്രഹിച്ച പോലെ ഒന്നും പെരുമാറാത്ത ആളുകളുമായിരിക്കും. എന്നാൽ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ലവ് ബോംബിംഗ് നമുക്കൊരു അഡിക്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിലൂടെ ഇവരില്ലാണ്ടാവുമ്പോൾ എല്ലാം നശിച്ചു പോയി എന്ന ചിന്ത ഉണ്ടാവും. ഇതിനെ പറയുന്ന പേരാണ് ട്രോമ ബോണ്ട്. ഇതിനെ ഓവർകം ചെയ്യാനുള്ള ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇവരുമായി ഇടപെടുന്ന സമയത്ത് ഇവരുടെ ഒരു പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കുക. ഇവര് സ്നേഹം കാണിക്കുമ്പോൾ പിറകെ ഒരു ഉദ്ദേശം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. സമയമെടുക്കും, പക്ഷെ നിങ്ങളെ കൊണ്ട് ട്രോമ ബോണ്ടിന് പുറത്തു കിടക്കാൻ സാധിക്കും.